ലോഡ് കയറ്റാൻ വന്നതാണ് ഞാൻ. ബാംഗ്ലൂർ ഇറക്കി. ഇപ്പോൾ നമ്മുടെ അത്തിപ്പള്ളി ആർട്ടിഫിസിൻ്റെ ഉള്ളിൽ വന്നിട്ട് ആനക്കൽ അത്തിപ്പള്ളി ആനക്കൽ റോഡിൻ്റെ ഇടയിലാണ് ഈ കമ്പനി നിൽക്കുന്നത്. ഓൾ കാർഗോ. അവിടെ ലോഡ് കയറ്റാൻ വന്നതാണ് ഞാൻ ചെന്നൈക്കാണോ ഇനി നിലമംഗലയാണോ മൈസൂരാണോ എന്നറിയില്ല. അവിടെ വന്ന് കിടക്കുകയാണ്. വണ്ടികളുണ്ട് പല സ്ഥലത്തേക്കും കയറ്റാനായിട്ടിരിക്കണ വണ്ടികളതൊക്കെ. അപ്പുറത്തൊക്കെ എടുക്കേണ്ട വണ്ടികൾ കിട്ടും. എല്ലാ വണ്ടികളും ഓരോ സ്ഥലത്തേക്ക്. ബോംബെ, ഗുജറാത്ത്, ഇവിടെ കൽക്കട്ട, വെസ്റ്റ് ബംഗാൾ, എല്ലാ സ്ഥലത്തേക്കും എല്ലാ വണ്ടികളും ലോഡ് കയറ്റാൻ നിർത്തിയേക്കാണ്. ഇത് ക്യാൻറ്റീനാണ്. ആ സ്റ്റെപ്പ് ഇറങ്ങിപ്പോയ ക്യാൻറ്റീനാണ്. അതിൻ്റെ അപ്പുറത്താണ് ബാത്റൂം. ആ വണ്ടിയുടെ മുമ്പിലാണ് ബാത്റൂമൊക്കെ, കുളിക്കാനും ഇതിനൊക്കെ. അവിടുത്തെ പണിക്കാരൻ ആ ചോപ്പ ടീഷർട്ടൊക്കെ ഇട്ട് വരുന്ന പിള്ളേരുകൾ, പച്ച നീല. രാത്രിയാണോ കയറ്റണമെന്നറിയില്ല. അതിൻ്റെ ഇടയിലൊരു വണ്ടി കിടക്കണ്ടേ, ഞങ്ങളുടെ കമ്പനി വണ്ടി, ഇതുപോലത്തെ വണ്ടി. ഞാൻ ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറായി. റിവേഴ്സിട്ട് കൊടുക്കണം. അങ്ങനെ കയറ്റാൻ പല നാടുകളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാരും സംഭവം. എവിടൊക്കെയുള്ള പിള്ളേരുകളെന്നൊരു പിടുത്തില്ല. ഭൂരിഭാഗവും ആസാം, ഗുവാഹട്ടി, വെസ്റ്റ് ബംഗാൾ അങ്ങനെയൊക്കെയുള്ള ഭാഗത്ത് പണിക്കാരാണ് ഈ വരണം നമുക്ക്. അതുപോലെ തന്നെ ഡ്രൈവേഴ്സുകളും കേട്ടോ, വണ്ടികളും കണ്ടോ. വണ്ടി നിരക്ക് എന്ത് രസമല്ല കാരണം. തൃശ്ശൂർ സ്റ്റാൻഡിൽ ബസ്സുകൾ കിടക്കണ വരിക നല്ല ചിട്ടയോടെ കൂടി ഇട്ടേക്കണം കേട്ടോ. വണ്ടി കറക്റ്റ് ഫ്രണ്ടൊക്കെ പോയി കറക്റ്റ് ആ ഹാളില്ലേ അതിൽ കറക്റ്റ് അങ്ങോട്ട് വണ്ടി എത്തിക്കണം. അല്ലെങ്കിൽ അവർക്ക് ആ സാധനം പൊക്കി വണ്ടി ഉള്ളിൽ കയറ്റിക്ക്. കണ്ടെയ്നറുള്ളൂ കേട്ടോ, കണ്ടെയ്നർ മാത്രമേ ഉള്ളൂ ഇവിടെ, ലോറികളൊന്നുമില്ല. കണ്ടെയ്നർ മാത്രം കറക്റ്റ് അങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ലോഡ് കയറ്റിക്കുന്നത്. അതിപ്പോൾ രാത്രി 1 മണി 1:30 2 മണിയൊക്കെ ആവും. ചിലപ്പോൾ നേരം വെളുക്കും. ഇവിടെ മറ്റുള്ള കമ്പികളെ മാതിരി പാൻറ്റഡ്, അതുപോലെ തന്നെ ഓട് വയ്ക്കാനുള്ള കട്ട അതൊന്നുമില്ല. അങ്ങനെ കയറ്റി പോവാണ് വേറെ സ്ഥലത്തേക്ക്. എനിക്ക് ചെന്നൈക്കണമെന്നറിയില്ല, ചെന്നൈയാണോ മൈസൂരാണോ എന്നറിയില്ല. അങ്ങനെ കിടക്കുകയാണ് ഇവിടെ. എന്നെപ്പോലെ തന്നെ എല്ലാവരും കിടക്കണം. അപ്പോൾ ശരി എന്നാൽ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ, ബൈ.